ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മൾ സ്കൂൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും മുടിക്കട്ടിലൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെ ക്യാമറയിൽ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പർച്ചേസിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ നേരത്തെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചതല്ല, എന്നാലും ഇത് വെച്ച് നമുക്ക് ഒപ്പിക്കാമെന്ന് ചെയ്തിട്ട് നമ്മളങ്ങനെ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് പറഞ്ഞാൽ ഇതുപോലത്തെ കുക്കി പെയിൻ്റ് ഇല്ലേ, കുഞ്ഞി കുഞ്ഞി പെയിൻറ്റുകളില്ലേ, 12 കളേഴ്സ് വന്നിട്ട് ഒരു ബ്രഷ് ഫ്രീ ആയിട്ട് അങ്ങനത്തെ ഒരു പെയിൻ്റാണ്. കുക്കി പെയിൻ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്കെച്ച്, വാട്ടർ കളർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും വഴിയെ കാണാം അല്ലേ. അതിൻ്റെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് മറ്റേ റെയിൻകോട്ടാണ് കേട്ടോ. ഈ റെയിൻകോട്ട് ബാഗിൻ്റെ ഇപ്പോൾ ഫ്രീ കിട്ടണതാണ്. അപ്പോൾ ബഡ ബസാറിന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗിൻ്റെ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഒന്ന് ഫ്രീ കിട്ടും കേട്ടോ. 9 രൂപ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് അതുപോലത്തെ 2 ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആണ്. രണ്ടും 2 സ്ഥലത്തു നിന്ന് വാങ്ങിയതുകൊണ്ട് മാറ്റുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ അത് ഇതുപോലത്തെ ഒരു ക്യൂട്ട് പെന്നാണ്. ക്യൂട്ട് പെന്നൊന്നും പറയാൻ പറ്റില്ല, സാധാ പെൻ തന്നെയാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എന്തോന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്ത് വന്നതാണ് കേട്ടോ. ഇതൊന്നും വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ആകെപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായിരുന്നു ടോട്ടലിൻ്റെ. പിന്നെ പൊതിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ ഒരു പൊതിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊരു വൈറ്റ് പൊതിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാറ്റിയിട്ട് അതൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലത്തെ യൂണിക്കോൺ ബോക്സ് ആണ് കേട്ടോ. യൂണിക്കോണിൻ്റെ ഫാനല്ലേ കാര്യം എല്ലാവരും അല്ലേ. യൂണിക്കോൺ, ബാർബി അങ്ങനത്തെ ഫാനായിരിക്കും. ഞാനും അങ്ങനത്തെ ഒരു ഫാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിനെ പറ്റിയിട്ട് കാണിച്ചു തരുന്ന വേണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാണാൻ നമുക്ക് നല്ല രസമാണ്. ഇതിങ്ങനെ ഒടിച്ചാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനതുകൊണ്ട് എടുത്തു. അങ്ങനെ അവിടെയൊക്കെ വെച്ചിട്ട് കറണ്ടൊക്കെ പോയാൽ നമുക്ക് ലൈറ്റിനൊക്കെ ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. ബാഗ് തറയിൽ ഞാൻ സ്കെയിലുകളാണ് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 സ്കെയിലുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കല്ല, എല്ലാവർക്കും പാടെ വാങ്ങിച്ചതാണ്. ബോക്സിൻ്റെയാണ് കേട്ടോ സ്കെയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഒരു ക്യൂട്ട് കട്ടറാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലത്തെ വേറൊരു ക്യൂട്ട് കട്ടറും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അത് ഞാൻ തപ്പി ഇതിനെ കാണാണ്ടായിട്ടില്ല. പിന്നെ അതുപോലത്തെ ഡോംസിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് കളർ ബോക്സാണ്. ഇതിനെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അതുപോലെ കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ സ്കെച്ചും ഡോംസിൻ്റെ പെന്നൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പെൻസിൽ അവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഇത് സ്കെച്ചാണ് കേട്ടോ, ബ്ലാക്ക് സ്കെച്ച്, അതേപോലെ ബ്ലാക്ക് പെന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മളെ ഇങ്ങനെ മുറുക്കണ സംഭവം ഉണ്ടല്ലോ, കണ്ടില്ലേ, എന്ന് പറ്റിയ കോമ്പസ് നമ്മൾ മുറുക്കൂലേ, അത് അതിൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്. ടൈറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം അതുകൊണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാനത് എടുത്തു. അങ്ങനെ കോമ്പസ് ബോക്സും വാങ്ങി. പിന്നെ എടുത്തത് പെന്നിൻ്റെ കൂടാണ് കേട്ടോ. ഞാൻ വിമ്മേസ്റ്റിക് എടുത്തത്. എനിക്ക് വിമ്മേസ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെന്ന് ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വിമ്മേസ്റ്റിക് കേട്ടോ ഇഷ്ടം. പിന്നെ വാങ്ങിച്ചത് നമ്മളെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഒരു 3 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചത് ക്ലിയർ ടാപ്പാണ് കേട്ടോ. ക്ലിയർ ടാപ്പ് പറഞ്ഞാൽ ഒരു കുഞ്ഞു ക്ലിയർ ടാപ്പ് 3 അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വൈഞ്ഞറാണ് കേട്ടോ. നമ്മളെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കുത്തി വരണാലൊക്കെ അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സംഭവമാണ്. നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് ബുക്കിൻ്റെ ഇപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ഒരു കെട്ട് ബുക്ക് എടുത്താൽ ഒരു കെട്ട് ബുക്കിൽ 10 ഉണ്ടാവും. ഒരു കെട്ട് ബുക്ക് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, അതുപോലത്തെ കൂട് ഫ്രീ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു മിററാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈ മിററിനെ. അങ്ങനെ അടുത്തത് വന്നിട്ട് ഇതുപോലത്തെ 2 ക്യൂട്ട് ബുക്കാണ്. ക്യൂട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ബുക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ വാങ്ങിച്ചതല്ല, പിന്നെയും ബുക്കിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ വിമേസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് പെന്ന് 5 ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ എവിടെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ അത്. പിന്നെ വാങ്ങിച്ചത് അതുപോലത്തെ ലേസാണ്. നമുക്ക് വല്ല ക്യൂട്ട് ലാമ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അതിനിപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യൂട്ട് ലാമ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ ലേസ് സൈഡിൽ കൂടെ വെക്കണം. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ചെയ്യണേ. പിന്നെ നമ്മളെ ചാനലിലേക്ക് വിവേക്ക് വരുന്നുണ്ട്, അതിൻ്റെ കാര്യം മറക്കണ്ട. പിന്നെ ഈ കമ്പനി തപ്പി ഞാൻ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ല. അവസാനം ഇതെനിക്ക് കിട്ടി. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മണക്കില്ല. അങ്ങനെ ആ കമ്മിയാണ്, വളക്കാനും തിരിക്കാനും പറ്റും. ഒരു കട്ടില്ലാത്ത കമ്പിയാണ്. അത്യാവശ്യം കട്ടിയുണ്ട്, ചോദിച്ച കട്ടിയുണ്ട്, അങ്ങനെയാണ് കേട്ടോ.
പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായത് ഇതുപോലത്തെ ലേസാണ്. ഇതിനൊക്കെ നല്ല വിലക്കുറവ് കണ്ടപ്പോൾ ഞാനിതൊരു കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സ്റ്റാപ്ലെയറാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്, ഞാൻ വോയിസ് ഓവർ എടുക്കണോണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഒരു ബൂം എന്നിട്ടുള്ളൊരു ക്യൂട്ടി എറേസർ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് അതുപോലത്തെ 2 എന്തിൻ്റെ ഒരു ഗ്ലൂ ആണ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, ക്രാഫ്റ്റ് എന്തൊക്കെ വന്നിട്ട്. പിന്നെ എനിക്ക് അത്യാവശ്യമുള്ളൊരു ക്യാമലിൻ്റെ ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയേണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ട്, ഞാൻ റേറ്റ് കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അടുത്തത് വന്നിട്ട് ബുക്കിൻ്റെ ഒരു ലോഡാണ്. സോറി, ഞാൻ ആദ്യം തിരിച്ചിട്ടാട്ടോ വെച്ചത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയത് തിരിച്ചിട്ടാണ് വെച്ചതല്ലോന്ന്. ചെമ്പൻസിൻ്റെ നോട്ട്ബുക്കുകളാണ് കേട്ടോ. ഇതിൻ്റെ ഇത് പീച്ച് കളറാണ്, ഇത് തിരിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലാവൻഡറാണ് കേട്ടോ. ലാവൻഡറിൻ്റെ മുമ്പും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 കെട്ട് ബുക്കുകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു പിസ്ത കളറും ഡാർക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെ കളർ ബുക്കും, പിന്നെ ലൈറ്റ് ബ്ലൂവിൻ്റെ കേട്ടോ. അതിനു മുമ്പും ഇതിനെ പോലെ തന്നെ കാരം. അപ്പോൾ അങ്ങനെ ബുക്ക് വാങ്ങിച്ചു. പിന്നെ എനിക്ക് മാത്സിനൊക്കെ വലിയ ബുക്ക് വേണം, അല്ലെങ്കിൽ 2-3 ബുക്കുകൾ ഞാൻ വാങ്ങേണ്ടി. അപ്പോൾ അങ്ങനെ മാത്സിന് വേണ്ടിയിട്ട് 2 വലിയ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 ആവശ്യം ഉണ്ടാവില്ല, ഒന്നിൻ്റെ കട്ടി പറഞ്ഞാൽ 3 ബുക്കിൻ്റെ കട്ടി ഉണ്ടാവും കേട്ടോ. അല്ല, 2 ബുക്കിൻ്റെ കട്ടി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇതാണ് ഗൈസ് അവസാനം ഞാൻ വാങ്ങിച്ചൊരു ബാഗ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബാഗിൽ ഇഷ്ടംപോലെ അറകളുണ്ടായിരുന്നു. ഒരു 6 അറയും പിന്നെ ഉള്ളിലൊരു അറയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര സിബ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 1ാം സിബ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. വലിയ സിബാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞിട്ടോ ഇതുപോലത്തെ വേറൊരു അറ. അപ്പോൾ അങ്ങനെ അവിടെ 2ആയിട്ട് കൂട്ടാം, ഇല്ലെങ്കിൽ 1ആയിട്ട് കൂട്ടാം. ശരിക്കും പറഞ്ഞാൽ 6 അറ കേട്ടോ. 2ാമത്തെ അറ ആൻഡ് 3ാമത്തെ അറ ആൻഡ് 4ാമത്തെ അറ, 5 പിന്നെ 6. ഇപ്പോൾ 6 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് വന്നിട്ട് ബാഗ്. അപ്പോൾ എൻ്റെ ബാഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗിവ് വേയിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ. ബൈ ബൈ.